ആറ്റുകാലമ്മയുടെ തിരുനടയിൽ വരുന്ന ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളത്തിനോ ഭക്ഷണത്തിനോ ഒരു നേരത്തെ വിശപ്പടക്കാനോ മുട്ടുണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളവരാണ് തിരുവനന്തപുരത്തുകാർ. അങ്ങനെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പൊങ്കാലയോടൊപ്പം തന്നെ അത്രയധികം അന്നദാന പുരകളും ഉണ്ടാകും. ഇത് ആൽത്തറയിലുള്ള അന്നദാനം നടത്തുന്ന അവരുടെ ഓഫീസാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ? നമ്മളെ കഴിഞ്ഞ ഒരു 15 വർഷക്കാലമായിട്ട് ഈ ആൽത്തറ ദേവി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ അന്നദാനം നടത്തി വരാറുണ്ട്. നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ തുടങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 3000-ഓളം പേർക്ക് ആഹാരം കൊടുത്തു. പക്ഷേ എന്നിട്ടും നമുക്ക് തികയാതെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ 5000 പേർക്കോളമാണ് ഭക്ഷണം ഇത് ചെയ്യുന്നത്. 10 ചാക്ക് അരിയിലാണ് നമ്മൾ ഭക്ഷണം ഇത് ചെയ്യുന്നത്. ഇന്ന് അവിടെ കൊടുക്കുന്ന അതായത് വിപുലമായ രീതിയിലാണ് അന്നദാനം ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്നുള്ള ആഹാരമുണ്ട്. ചോറുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്, അവിയൽ, തോരൻ, കിച്ചടി, അച്ചാറ് തുടങ്ങി വിപുലമായ, അതായത് ഒരു സദ്യ, ഒരു സെമി സദ്യയായിട്ട് തന്നെയാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? അല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരുക്കുന്നില്ല. പക്ഷേ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ സഹകരിക്കുന്ന മറ്റൊരു ടീം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം പേരെന്താ? എൻ്റെ പേര് സുരേഷ് ബാബു. സുരേഷ് ബാബു, ഇതിപ്പോ എവിടെയാണ്? ഇതിനൊരു ഗ്രൂപ്പ് കാണുമല്ലോ, സ്ത്രീകളാണോ പുരുഷന്മാരാണോ? അതായത് നമ്മൾ ആൽത്തറ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്തരായിട്ടുള്ള യുവാക്കൾ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് ആൽത്തറ ദേവി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന അന്നദാനം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളിത് അന്നദാനം മാത്രമല്ല, ഇവിടെ കുടിവെള്ളം, വിപുലമായ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കുറേ ആതുര സേവനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഈ സേവന പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. എന്ത് തോന്നുന്നു ഹരിക്ക് ഇതിന്റെ ഭാഗമാകുമ്പോൾ? സന്തോഷമുണ്ട്. എന്താണ് ഹരി ഇവിടെ വിളമ്പാൻ പോവാണോ? എൻ്റെ പേര് ഷാരോൺ എന്നാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ? ഒരുപാട് പേരുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാവരുമായിട്ടാണ് ഇവിടെ വിളമ്പല്, വെള്ളം നൽകാൻ, അന്നദാനം, എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരുമാണ് നോക്കുന്നത് ഇവിടെ. സന്തോഷം വളരെ. പുതിയ തലമുറ പഴയ തലമുറയോടൊപ്പം ചേർന്ന് ഒപ്പം കൈപിടിച്ച് ഒരു വലിയ മഹത് പ്രവൃത്തി, ഒരു സത്പ്രവൃത്തി ഈ പ്രദേശത്തെ മുഴുവൻ ഊട്ടുക. ഈ ഒരു ദിവസം ഈ പ്രദേശത്തെ മുഴുവൻ, അതിപ്പോൾ പൊങ്കാലയിടാൻ വരുന്നവരല്ല, പുറത്തുനിന്നുള്ളവരും ഭക്ഷണം കഴിക്കുക, അവരെല്ലാവരും ഊട്ടുക എന്നൊരു മഹത് സന്ദേശമാണ് ഇവരെല്ലാവരും ചേർന്ന് ചെയ്യുന്നത്. ആശംസകൾ. നിങ്ങളുടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഭംഗിയാവട്ടെ.